പാചകത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു സേമിയ പായസം, കാരാമൽ സേമിയ ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. ഞാൻ ഈ തവിക്ക് 2 തവി പഞ്ചസാര അതിനകത്ത് ചേർക്കും. ഒന്ന് കാരാമലാകണം. നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റായി. നമ്മൾ അതിനകത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ അടച്ചു വെച്ചു, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുമല്ലോ വെള്ളം ഒഴിക്കുമ്പോൾ. പഞ്ചസാരക്കകത്തോട്ട് ഇങ്ങനെ ഉരുകാൻ പരുവമായിരിക്കുമല്ലോ. ഇപ്പം നല്ല കാരാമലായില്ലേ. ഇതിനകത്തേക്ക് നമ്മൾ 1 ലിറ്റർ പാൽ, ഞാൻ 100 ഗ്രാം സേമിയയാണ് ഇവിടെ എടുക്കുന്നത്, അതിനകത്ത് 1 ലിറ്റർ പാൽ, ചൂടുപാൽ വേണം ഒഴിക്കാൻ. പച്ചപ്പാൽ ഒഴിക്കരുത്, റൂം ടെമ്പറേച്ചറിലായ പാൽ ഒഴിക്കരുത്. ഒന്ന് ചൂടാക്കിയ പാലാണ്. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതിലേക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ പായസത്തിൻ്റെ നിറം തന്നെ കണ്ടോ, സേമിയ പായസം വലുതിൽ നല്ലൊരു പിങ്ക് കളർ വന്നുണ്ട്. ഞാൻ 100 ഗ്രാം സേമിയ എടുത്തിട്ടുള്ളൂ. ഞാനെടുത്ത് 1 ലിറ്റർ പാലും, വെള്ളം ചേർക്കാത്ത പാലാണ്, 1 ലിറ്റർ പാലും ഇതിനകത്ത് ഒഴിച്ചു. നമുക്ക് ഇളക്കി വേവിക്കാം. സേമിയ ഞാൻ വറുത്ത് വെച്ച സേമിയയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പരുവത്തിൽ വറുത്തെടുത്ത സേമിയയാണ്. ഒത്തിരി മൂത്ത് പോലെ ഫുൾ ഫ്ലെയിമിലിട്ട് വറക്കരുത്, നല്ല സ്ലോയിലിട്ട് എന്നിട്ട് വറുത്തിട്ട് ഉടനെ തന്നെ ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലാതെ വെച്ചിട്ട് പോയാൽ കരിഞ്ഞു പോകും. ഞാനിവിടെ ഒരു 4 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ അതിനകത്തേക്ക് ഇടുവാണ്. പൊടി പിന്നെ വേണം ചേർക്കാം. ഞാനിപ്പോൾ അതിൻ്റെ മണം ഇറങ്ങാൻ വേണ്ടി ഏലക്ക ഒന്ന് ചതച്ച്, പൊടിച്ചുമല്ല ചതച്ച്, സേമിയ ഇതിനകത്ത് കിടന്ന് വേഗട്ടെ. ഞാൻ നമ്മുടെ സേമിയ പായസം ഇവിടെ ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. മധുരമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പേ ഇടുന്നുള്ളൂ. നമ്മൾ ഏത് മധുരമുള്ള സാധനത്തിനും ഉപ്പിടുമ്പോൾ അത് ബാലൻസ് ആകും. നമ്മുടെ പായസം ഇങ്ങനെ കുറുകി നിറം നോക്കി നല്ല പിങ്ക് കളറിൽ നല്ല ടേസ്റ്റ്. നമ്മൾ പാല് തന്നെ ചേർത്തുണ്ടാക്കുന്ന സേമിയ പായസത്തെക്കാട്ടിൽ ഇതിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയാൽ പിന്നെ തന്നെ നിങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. ഞാൻ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് അധികം മധുരം 2 തവി പഞ്ചസാര ഇട്ടുള്ളൂ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പഞ്ചസാര കൂടുതലിടണം. മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ ഈസിയായ മെത്തേഡ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കി ഉണ്ടാക്കണം. ഇതിനകത്തേക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് 2 സ്പൂൺ ചേർക്കുന്നു. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കുന്നതാണ് ഞാൻ. നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് നട്ട്സും റൈസൻസും നെയ്യിൽ വറുത്തിടും. നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇത് ഞാൻ അടുത്ത സ്റ്റവിലോട്ട് വെച്ചിട്ട് ഇതിലേക്ക് വേറൊരു കടായി വെച്ച് നെയ്യിലത് മൂപ്പിച്ചിടാം. ഞാൻ അല്പം നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. അധികം നെയ്യ്
ഉപയോഗിക്കുന്നില്ല. ഒന്നിനും നെയ്യും എണ്ണയൊക്കെ കുറവാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി നെയ്യ് ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് നെയ്യ് ചൂടായതിലേക്കൊരു 10 കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. സേമിയ പായസത്തിൽ കൂടുതലും പറങ്ങണ്ടിയും ഉണക്കമുന്തിരിയുമാണ് ചേർക്കുന്നത്. വേറെ ചേർക്കുന്നത് കണ്ടിട്ടില്ല. തേങ്ങാക്കൊത്തൊന്നും ചേർക്കത്തില്ല നമ്മുടെ ഈ പായസത്തിൽ. മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-15 നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് വേണം ഒത്തിരി ഇട്ട് വറുത്തെടുക്കാം. നെയ്യാണേലും വേറെ ഇഷ്ടം പഞ്ചസാരയാണേലും ഞാൻ നെയ്യ് ഒത്തിരി കുറവാണ് ഉപയോഗിക്കുന്നത്. നെയ്യും എണ്ണയും പൊതുവെ. ഏലക്ക ഞാൻ ഇട്ടതേ ഉള്ളൂ. അതിൻ്റെ മണം ധാരാളമുണ്ട്. ഞങ്ങൾക്ക് എന്തും ഒത്തിരി അയച്ചടിക്കും. അതെല്ലാം കറക്റ്റായിട്ടാണ് ഇട്ടിരുന്നത്. ഇങ്ങനെ പായസം ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചത് ഇതിനകത്തേക്ക് ഒഴിക്കും. അങ്ങനെ നമ്മുടെ കാരാമൽ സേമിയ റെഡിയായി. നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. വീണ്ടും ഞാൻ പറയുന്നു, മധുരം നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കുക. അപ്പോൾ ഞാൻ 100 ഗ്രാമിന് 1 ലിറ്റർ പാല് നീരുന്ന കുറുകും. സിമ്പിൾ പാചകത്തിലെ ഈസി കാരാമൽ സേമിയ റെഡിയായി. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.